ഹായ് ഹലോ. അപ്പോൾ കുരുക്കഴിക്കുന്ന മാതാവ് നമ്മുടെ പള്ളിയിൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു കുരിശടി പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇന്നായിരുന്നു ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മെത്രാനച്ചൻ വന്നിട്ടാണ് ഉദ്ഘാടനമൊക്കെ നടത്തിയത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കണ്ടോളൂ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ പള്ളി ഏതെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. കൊല്ലം ജില്ലയിലെ ഇരവിപുരം ഇടവകയാണ്. സെയിൻറ്റ് ജോൺസ് ദ ബാപ്റ്റിസ്റ്റ് ചർച്ചാണ് നമ്മുടെ പള്ളിയുടെ പേര്. വലിയ പള്ളിയാണേ നമ്മുടെ പള്ളി. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി. പള്ളിയുടെ അടുത്തായിട്ട് തന്നെ സ്കൂളുകളുണ്ട്. പ്രൈമറി സ്കൂളും ഹൈസ്കൂളും എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇരവിപുരം വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. പിന്നെ നമ്മുടെ കുരുക്കഴിക്കുന്ന മാതാവിനെ ആദ്യം ഇവിടെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, എൻട്രൻസിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് കുരിശടി ഇങ്ങനെ പണിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബോട്ടിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മുടെ കുരിശടി പണിഞ്ഞു വെച്ചേക്കുന്നത്. നമ്മുടെ ഇരവിപുരത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇരവിപുരത്തുള്ള ആൾക്കാർ എബ്രോഡും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും, ഇന്ത്യയിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലും താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്ന് രാവിലെ നമ്മുടെ ബിഷപ്പ് വന്നിട്ടായിരുന്നു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ രാവിലെ മാസിനൊന്നും വരാൻ പറ്റില്ല. ഞാനൊരു ഈവനിങ് മാസിനാണ് വന്നത്, 4 മണിക്ക് ഉണ്ടായിരുന്ന മാസ്. അപ്പോൾ അതിന് വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കയറുന്നത്. നല്ല ഭംഗിയിലാണ് നിർമ്മിച്ച് വെച്ചേക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ നല്ലതുപോലെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആദ്യം നമ്മൾ വെളിയിൽ തന്നെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കെട്ടിയിട്ട് നല്ല ചെയറൊക്കെ ഇങ്ങനെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഏകാഗ്രതയോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. മുമ്പ് എൻട്രൻസിൽ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ആൾക്കാരുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇന്നലെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ ഞാൻ ചെന്ന സമയത്ത് ഒത്തിരി അധികം ആൾക്കാരുണ്ടായിരുന്നു കുരിശടിയിൽ പ്രാർത്ഥിക്കാൻ. അമ്മച്ചിയും കൂടെ പ്രാർത്ഥനയും കഴിഞ്ഞ് മാതാവിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് കുരിശടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് പോകണം. അപ്പം നേരെ വണ്ടി ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകണമെങ്കിൽ ചർച്ച് ക്രോസ് ചെയ്ത് വേണം പോകേണ്ടത്. അപ്പോൾ നേരെ പോകുന്ന വഴിക്കാണ് ഇതേ ചെറുക്കന്മാർ അവിടെ നിന്ന് പന്ത് കളിക്കുന്നത് കണ്ടത്. പിന്നെ അവന്മാരെ ഒന്ന് വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതുപോലെ ഷെയർ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.